ഇന്ന് അമ്മക്കുട്ടീനെ സ്കൂളിലാക്കാൻ ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല വെള്ളമാണ് കേട്ടോ. ബസ് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ വെള്ളം കുറഞ്ഞപ്പോൾ ഒന്ന് വരാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അമ്മക്കുട്ടി സ്കൂളിലേക്കുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അങ്ങനെ ബസ് വന്ന് അമ്മക്കുട്ടി കയറിപ്പോയിട്ടോ. തിരിച്ച് ഞാൻ വീട്ടിലെത്തിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചാൽ മഴയായത് കാരണം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് നോക്കി കുറച്ച് പച്ചക്കറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലേക്ക് പരിപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചക്കായും ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു വിസിൽ വേവിച്ചെടുത്തോളൂ. ഇനി തേങ്ങ വറക്കാൻ പോകാം. ഒറ്റ വിസിൽ നമ്മൾ പച്ചക്കറികളെല്ലാം വെന്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ചട്ടിയിലേക്ക് വെണ്ടയും വഴുതിനും അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വെച്ച കഷ്ണങ്ങൾ ചേർക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ വറുത്തരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ലാസ്റ്റായിട്ട് നമ്മൾ സാമ്പാർ പൊടിയും കൂടി ചേർക്കാം. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്ത് തൂവി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് സാമ്പാർ തയ്യാറാക്കണം. എൻ്റെ സ്റ്റൈൽ ഇതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.